വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് മുൻകൂർ ജാമ്യം തേടി കോട്ടയം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പി.സി. ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജോസി ബാബു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, എന്താണ് വിശദാംശം? നിഷാദ്, കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസ് കലാപാഹ്വാനം, മതസ്പർദ്ധ വളർത്തലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പി.സി. ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പി.സി. ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പി.സിക്കെതിരെയുള്ള പോലീസ് നടപടികൾക്ക് വ്യാപകമായ പ്രതിഷേധവും എതിർപ്പും ഉയർന്നിരുന്നു. കാരണം ആദ്യം പരാതി നൽകി 4 ദിവസത്തിന് ശേഷമാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. പിന്നീട് കേസെടുത്തപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതിലും വ്യാപകമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പി.സി. ജോർജ് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പി.സിയുടെ മകനും ബി.ജെ.പി നേതാവുമായ ഷോൺ ജോർജ് പറഞ്ഞത്. കഴിഞ്ഞ 5-ാം തീയതി നടന്ന ചാനൽ ചർച്ചയിലാണ് വിവാദമായ പരാമർശം പി.സി. ജോർജ് നടത്തിയത്. രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും ഈരാറ്റുപേട്ടയിൽ തനിക്കെതിരെ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തിയാണ് താൻ തോറ്റതെന്നും അതോടൊപ്പം പാലക്കാട് തിരഞ്ഞെടുപ്പിലടക്കം കുഞ്ഞാലിക്കുട്ടിയും കെ.ടി. ജലീലും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെയും ചേർന്നുകൊണ്ടാണ് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയതെന്നും അടക്കമുള്ള പി.സി. ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് പോവുകയാണ് പി.സി. ജോർജ്. ഒരുപക്ഷെ ജോർജ് മുൻകൂർ ജാമ്യവുമായി പോയി കോടതികൾ കയറി ഇറങ്ങി അദ്ദേഹത്തിന് അത് കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് പോലീസ് എന്നും തോന്നുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ ഈ വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ കേസെടുക്കുന്നില്ല, പരാതി കൊടുക്കുമ്പോൾ കേസെടുക്കുന്നില്ല, പിന്നീടും കുറേ ദിവസം കഴിഞ്ഞ് കേസെടുക്കുന്നു. അത് കഴിഞ്ഞിപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി കാത്തു കിടക്കുകയാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ജോർജിന് മറ്റു പലർക്കും ചെയ്തതുപോലെ മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചെടുക്കും വരെ കാലതാമസം വരുത്തി സഹായിക്കാനായിരിക്കുമോ ഉദ്ദേശമെന്ന് കാത്തിരുന്ന് കാണണം. ജോസിയാണ് വിവരങ്ങൾ നൽകിയത്.